യൂണിയൻ സ്റ്റേറ്റ് ബാങ്ക് സ്റ്റാഫ് യൂണിയൻ കേരള സർക്കിളിന്റെ കരുത്ത് തെളിയിക്കുന്ന പടുകൂറ്റൻ പ്രകടനത്തോടെയാണ് സെപ്റ്റംബർ 28 സമ്മേളന പരിപാടികൾ തുടങ്ങിയത്. മഞ്ചേശ്വരം മുതൽ പാറശാല വരെയുള്ള ശാഖകളിൽ നിന്നുള്ള പ്രതിനിധികളെയും നിരീക്ഷകരെയും സംഘാടക സമിതി സ്വീകരിച്ചത് വാദ്യഘോഷങ്ങളോടെയാണ്. ദേശീയ സംസ്ഥാന നേതാക്കൾ നേതൃത്വം നൽകിയ പ്രകടനത്തിൽ കലാരൂപങ്ങൾ കൂടി അണിനിരന്നപ്പോൾ യഥാർത്ഥത്തിൽ അതൊരു വർണ്ണ കാഴ്ചയായി മാറി. സ്റ്റാഫ് യൂണിയൻ കേരള സർക്കിൾ പ്രഥമ ജനറൽ സെക്രട്ടറിയായിരുന്ന സഖാവ് VG സിദ്ധാർത്ഥന്റെ നാമധേയത്തിൽ ടാഗോർ സെന്റിനറി ഹാളിൽ ഒരുക്കിയ ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം ആരംഭിച്ചത്. പ്രകടനം നഗരിയിൽ എത്തിയ ഉടനെ പ്രസിഡന്റ് ഫിലിപ്പ് കോശി പതാക ഉയർത്തി. ഞങ്ങൾ വന്നിതാ പശ്ചിമഘട്ടത്തരുനിരകൾ തൻ പച്ചപ്പുകളുടെ കവി തഴുകി പശ്ചിമസാഗര തീരം വരെ
വന്നെത്തിയ ദിനകര കിരണങ്ങൾ മുത്തിരിക്കുകയായി നമ്മേ മുത്തും ഓർമ്മകളുടെ മണ്ണിൽ മുത്തുകയാണ് ചരിത്രത്തിൻ വഴി. എത്തിയടിന്നു കടൽ പാലം ഒന്നു ചേർന്നു കൈകൾ നീട്ടി നിൽക്കയാണിതാ ഇതാ ഇതാ വഞ്ചിയേറിയൊന്നു വന്ന നാവിക ഒന്നു ചൂണ്ട തന്നെ നാടുവാണ തമ്പുരാക്കളെ പോർച്ചുഗീസുടച്ചു ഫ്രഞ്ചു വഞ്ചികൾ കൊടുക്കമായി ഈസ്റ്റ് ഇന്ത്യ കപ്പലിന്റെ മങ്കൂരമായി എത്ര അന്ധകാരബന്ധിതം രാവുകൾ എത്ര തപ്തരക്തരൂഷിതം പകലുകൾ എത്ര അന്ധകാരബന്ധിതം രാവുകൾ എത്ര തപ്തരക്തരൂഷിതം പകലുകൾ വൻകുടത്തിരുപ്പുവാറ്റി നെഞ്ചുചേട്ടടുക്കിയെന്നു നിൻകടം വിശുദ്ധമായി ത്രിവർണ്ണരാശിയിൽ ചങ്കിലെ കുഴൽ മുറിഞ്ഞു ചീറി മുങ്ങി ചോരയും ചെമ്പതാകയേന്തി നിന്നു സത്യസൈനികർ ശബനമസ്തമിച്ചു പൊട്ടിവിടർന്നു പിന്നെ ഇന്ത്യൻ സ്വതന്ത്ര സൂര്യനുജ്വലഘോഷം ഇന്ത്യന്റെ ശക്തിയും സമ്പത്തും ശബ്ദവും ചെന്തിയാൽ ഞങ്ങൾ നാളങ്ങളായി തീരാളങ്ങളായി മണിക്കൂറിന്റെ വിശ്വരക്ത സന്ദേശം എത്തിയിട്ടു നൂറ്റാണ്ടു പിന്നിട്ടപ്പോൾ എത്ര ശാസ്ത്ര സങ്കേതം കെട്ടിവരിഞ്ഞിട്ടിട്ടും വർദ്ധിച്ചതിന്റെ മനുഷ്യാധ്വാനം ഒറ്റയ്ക്കു നിൽക്കുമ്പോൾ ഒറ്റുന്നവരാകുന്നു ഒറ്റക്കെട്ടാകുവാൻ കാലം വിളിക്കും ഇക്കടൽ പാലത്തിൻ യാനപാത്രങ്ങളിൽ ലക്ഷ്യത്തിൻ നക്ഷത്രം തേടിപ്പോകാൻ ഒറ്റക്കെട്ടാകുവാൻ കാലം വിളിക്കുന്നു ഒറ്റക്കെട്ടാകുവാൻ കാലം വിളിക്കുന്നു ഒന്നു ചേർന്നു കൈകൾ നീട്ടി നിൽക്കയാണിതാ ഇതാ ഇതാ വന്നടുക്കു വരവേൽക്കാൻ ഞങ്ങൾ വന്നിതാ ഇതാ ഇതാ പശ്ചിമഘട്ട കരുനിരകൾ തൻ പച്ചപ്പുകളുടെ കവി തഴുകി പശ്ചിമസാഗര തീരം വരെ വന്നെത്തിയ ദിനകര കിരണങ്ങൾ മുത്തിരിക്കുകയായി നമ്മേ മുത്തും ഓർമ്മകളുടെ മണ്ണിൽ മുത്തുകയാണ് ചരിത്രത്തിൻ വഴി. എത്തിയതിന്നു കടൽ പാലം
നേതാക്കളെയും അതിഥികളെയും വേദിയിലേക്ക് ആനയിച്ച് ഉപഹാരം നൽകി. തുടർന്ന് സമ്മേളന പ്രതിനിധികളെ സ്വാഗതം ചെയ്തുകൊണ്ട് MLA A. പ്രദീപ് കുമാർ സംസാരിച്ചു. ഫിലിപ്പ് കോശിയുടെ അധ്യക്ഷതയിൽ പ്രമുഖ സാമ്പത്തിക വിദഗ്ധനും ഹൈദരാബാദ് സർവകലാശാല സാമ്പത്തിക ശാസ്ത്ര പ്രൊഫസറുമായിരുന്ന ഡോക്ടർ DN റെഡ്ഡി ഭദ്രദീപം കൊളുത്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. After landing of Vasco da Gama in Kapadu, the whole history of the country has changed. What I am trying to say is, was there no globalization, global contact trade before Vasco da Gama came? There was, I think, as the story tells, the Chinese were there much before, and much before that the Romans were there. There is a recorded history documented by Ptolemy in the 2nd century AD. There was very prosperous trade between Romans and Indians, not only along, right from the places in Kerala coast to that of, let's say, East Coast. And then, of course, there was a vibrant kind of, let's say, interaction with that, the whole of West Asia. And then, you know, the Egyptian kind of, let's say, prosperity built on your own, let's say, perfumes. But why I'm saying this is, if you look at globalization as interaction between, let's say, countries in terms of trade, investment, culture, it has been there. But what Vasco da Gama time changes, that is the beginning of trade being used as a mechanism. I mean, in fact, our East kind of relationship, never was trade used as some kind of a culture of a domination and controlling of the countries which come into contact for the purpose of, let's say, profits. This is the difference that Vasco da Gama, this is why we say the trade in this case follows by the flag. It was 15th century end. That was the beginning of this tendencies towards that of colonization. And then this is exactly where the very character of globalization changes. And in fact, we know from the history, there are phases of this expansion where you find countries get, let's say, it happens in some kind of spurts. In fact, before I quickly come to that of the present globalization, we had such epochs. For instance, we talk in terms of 1860 to that of 1914, or for that matter, the entire wars like Second, First World Wars were wars of redivision of the world between very powerful countries for their trade, investment and exploitation. സമ്മേളനത്തിന്റെ അനുബന്ധമായി നടന്ന മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനവും യൂണിയന്റെ സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി
കോഴിക്കോട് അഗതി കേന്ദ്രത്തിനും പയ്യോളി പാലിയേറ്റീവ് കെയർ സ്ഥാപനത്തിനുമുള്ള സാമ്പത്തിക സഹായവും വേദിയിൽ വിതരണം ചെയ്തു. തുടർന്ന് ASBISF ജനറൽ സെക്രട്ടറി സഖാവ് MV മുരളി മുഖ്യ പ്രഭാഷണം നടത്തി. Most of you may be investing in the stock markets. We are watching stock markets. We are hearing that the index has gone up, Sensex has gone up, and they say the reason as foreign investment has come and they have invested. That is why the stocks rate will get up. And as a layman, when the stocks are going up of a particular company, we also tend to invest and purchase those stocks. Suddenly after some time, the markets will fall. And what they say is these foreign investors are withdrawing from the market. They are making the money and they are going back. That means what? They enter into the stock market and purchase the stocks when they are at low rate, and they will induce the local investors, and when the stock rate will go up substantially, they will sell and they will withdraw from the market. This type of financial capital investments do we require? Ultimately, who is benefited? At the cost of the common man, these foreign investors, they are making money and they are going away. They are not investing in the infrastructure development or manufacturing industry development. This one small thing I thought that I should share with you. Then one hot subject, what is haunting the industry, banking industry, the employees particularly, is the wage revision. What is going in wage revision? Particularly when the talks have taken place day before yesterday, and the UABU has decided some action program and declared some hesitation. Definitely members would like to know what is happening, because they are the members who are directly affected in this wage revision. SBI General Manager Antonio Jose D'Souza, SBIOA General Secretary M. Srinath, SBI Workman Director Jyoti Bhushan Mohapatra, ASBISF Senior Vice President CM Bhaskaran തുടങ്ങിയവർ പ്രസംഗിച്ചു. നന്ദി പ്രകാശനത്തെ തുടർന്ന് ദേശീയ ഗാനാലാപനത്തോടെ ഉദ്ഘാടന സമ്മേളനം പൂർത്തിയായി. अधिनायक जय हे भारत भाग्य विधाता, पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा, विंध्य हिमाचल यमुना गंगा उच्छल जलधि तरंगा, तव शुभ नामे जागे तव शुभ आशीष मागे, गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता, जय हे जय हे जय हे जय 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 हे।